യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തി, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി, അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരു ഏകാധിപത്യ ഭരണം എന്ന വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ 100 ദിവസം 100 നുണകൾ എന്ന പോളിസിയാണ് പിന്തുടരുന്നത്. ഈ പ്രതികാര നടപടികളും ഇഷ്ടക്കാരെ തിരികെ കയറ്റലുമായിരുന്നു ഈ ആദ്യം മുതലേ തുടങ്ങുന്നത്. അതിപ്പോഴും അങ്ങനെയാണ് തുടരുന്നത്. ഈ പ്രതികാര നടപടിയിലടക്കം നിരവധി ഉദ്യോഗസ്ഥരെയാണ് ജീവൻ പൊലിഞ്ഞത്. എന്നാൽ ഈ പ്രധാന ബോർഡ് കോർപ്പറേഷനുകളിൽ പോലും അധ്യക്ഷന്മാരെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതേസമയം പ്രതികാര നടപടിയിൽ അപ്പുറത്ത് സ്ഥലം മാറ്റുന്നു, ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു. ഇങ്ങനെ നടപടികൾ ആ മറുവശത്ത് നടക്കുമ്പോൾ വേണ്ട ഇടങ്ങളിൽ ഒന്നും ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വാർത്ത. ഈ പല ബോർഡുകളിലും ഭരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തുന്ന ഈ സമയത്ത് KTDC ചെയർമാനെ പോലും ഇതുവരെ സർക്കാരിനെ നിയമിക്കാനായിട്ടില്ല. എന്നാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉമ്മ. അഞ്ജു, ഈ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി 100 ദിവസം 100 നുണ എന്ന പോളിസിയിലാണ് ഇപ്പോൾ തുടരുന്നത്. ഈ ഇഷ്ടക്കാരെ നിയമിക്കുന്ന അതേ സ്ഥാനത്ത് മറുവശത്ത് ഈ പ്രതികാര നടപടിയിൽ ജീവൻ പൊലിയുന്നത് നിരവധി പേരുടെയാണ്. അതേസമയം വേണ്ട പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിനോദസഞ്ചാരികളടക്കം ഒഴുകിയെത്തുന്ന ഈ സമയത്ത് KTDCയിൽ അടക്കം വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല, ആളുകളെ നിയമിക്കില്ല. ഈ ചലച്ചിത്ര അക്കാദമി, സാഹിത്യ അക്കാദമി ചെയർമാന്റെ സ്ഥാനം പോലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ നുണ പോളിസി തുടരുന്ന ഒരു സാഹചര്യമാണ്. ഉമ, അങ്ങനെ തന്നെയാണ്. UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് 3 മാസം പിന്നിടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെയും ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട അംഗങ്ങളെയോ ചെയർമാനെയോ ഒന്നും നിയമിക്കാൻ ഇതുവരെ UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിലാണ് വലിയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഒരു ആദ്യഘട്ടത്തിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മുന്നണിക്കകത്തെ ഓരോ പാർട്ടികളായിട്ട് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു UDF യോഗം അടിയന്തരമായി ചേരുകയും അന്ന് ഈ ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ചർച്ചയിലും വലിയ രീതിയിലുള്ള ഒരു കലഹങ്ങളായിരുന്നു. ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും ആ ഒരു യാത്ര ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കുള്ള അംഗങ്ങളെയും ചെയർമാനെയും തീരുമാനിക്കാൻ കഴിയാതെ ഇപ്പോഴും അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ലീഗും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും അടക്കം വലിയ രീതിയിലുള്ള വടംവലികൾ നടക്കുന്നുണ്ട്. അവർക്ക് ചില സ്ഥാനങ്ങൾ വേണം. അതും ഈ ക്യാബിനറ്റ് പദവി അടക്കമുള്ള അതിലേക്കാണ് പലരുടെയും കണ്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നവർ, അതുപോലെ തന്നെ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെച്ചവർ, അങ്ങനെ പലതരത്തിൽ UDF മുന്നണിയിൽ മാറി നിന്ന ആളുകളുണ്ട്. ഇവരെല്ലാമാണ് ഈ ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്ക് വേണ്ടി വലിയ രീതിയിലുള്ള വടംവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിലവിലത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം ഉമ്മ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. KTDCക്ക് പോലും ഒരു ചെയർമാനായിട്ടില്ല. ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പരിപാടികൾ കനകക്കുന്നിലും അതുപോലെ തന്നെ കോഴിക്കോടും അടക്കമൊക്കെ ടൂറിസം വകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി KTDCക്ക് ഒരു ചെയർമാൻ, അതിൻ്റെ ഭാഗമാവുന്ന KTDCക്ക് ഒരു ചെയർമാൻ ഇല്ല. അതിലേക്കാൾ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ചലച്ചിത്ര അക്കാദമിയും സാഹിത്യ അക്കാദമിയും ഒക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾക്കറിയാം, ഈ IDSFK പോലെയുള്ള ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലൊക്കെ എല്ലാ കാലത്തും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലങ്ങളിലൊക്കെ നടന്നത് ജൂൺ ജൂലൈ മാസങ്ങളാണ്. പക്ഷേ അത് ഇതുവരെയും നടന്നിട്ടില്ല. ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ അത് നടക്കുമെന്ന കാര്യമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊന്ന് ഏകോപിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ബോർഡിൽ പോലും അംഗങ്ങളില്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് IFFK ആണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ രീതിയിൽ പിന്തുണ ലഭിച്ച രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫിലിം ഫെസ്റ്റിവലാണ് IFFK എന്ന് പറയുന്നത്. IFFKക്കുള്ള വേദിയും അതുപോലെ തന്നെ തീയതിയും ഒക്കെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസംബർ മാസത്തിൽ അത് നടക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ചെയർമാനെ കണ്ടെത്താനോ മറ്റ് ബോർഡ് അംഗങ്ങളെ കണ്ടെത്താൻ പോലും ഇതുവരെ UDF സർക്കാരിനും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓഗസ്റ്റിന് മുമ്പ് ഇത്തരത്തിൽ മുഴുവൻ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുമെന്നാണ്. പക്ഷേ ഓഗസ്റ്റ് കഴിയുന്നു, ഓഗസ്റ്റിലൊന്നും അദ്ദേഹത്തിന് ഇതുവരെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രഖ്യാപനം അങ്ങനെ തന്നെ പോവുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥിനെ വേദിയിലിരുത്തി ഇക്കാര്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. കാരണം ഈ IFFK നടക്കാൻ പോവുകയാണ്, ഇനിയെങ്കിലും ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ചെയർമാനെ നിയമിക്കാൻ മന്ത്രിസഭയ്ക്കും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കഴിയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അല്ലാത്ത വശം ഏതെങ്കിലും മോശം സിനിമകൾ
പ്രദർശിപ്പിക്കേണ്ടി വരും, അതുപോലെ തന്നെ മോശം ജൂറിയെ കൊണ്ടുവരും. അങ്ങനെ ആ IFFKന്റെ എന്താണോ IFFKക്കുള്ള പ്രാധാന്യം അത് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് അതിന് തലപ്പത്തേക്ക് ഒരാളെ നിയമിക്കണമെന്നുള്ള ഒരു ആവശ്യം അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചിരുന്നു. അതൊരു തുറന്ന വിമർശനം തന്നെയായിരുന്നു. ഇനി IFFK മാറ്റി നിർത്തുവാണെങ്കിൽ ലളിതകലാ അക്കാദമിക്ക് ഒരു ചെയർമാനായിട്ടില്ല, സാഹിത്യ അക്കാദമി ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്, KTDC കിടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രവാസി ബോർഡുണ്ട്, പ്രവാസികൾക്ക് പ്രവാസി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അനിശ്ചിതത്വമൊക്കെ നിലനിന്നിട്ടാണ് ഇവർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിൽ ഈ പ്രവാസികൾ തന്നെ പറയുന്ന കാര്യമുണ്ട്, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു ബോർഡില്ല. ഇപ്പോൾ നിലവിൽ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. വയോജന കമ്മീഷൻ ഒഴിഞ്ഞു കിടക്കുകയാണ്, ഭരണപരിഷ്കാര കമ്മീഷൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രധാനപ്പെട്ട എല്ലാ പദവികളും ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം LDFന്റെ പ്രതിനിധികളെല്ലാം ഒഴിഞ്ഞു പോയിരുന്നു. അവർ ചില സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ച് മാറിയിരുന്നു. ആ ഒരു സ്ഥാനങ്ങളാണ് ഈ 3 മാസമായിട്ടും നികത്താൻ കഴിയാതെ കിടക്കുന്നത്. പ്രധാനമായിട്ടും ലീഗാണ് ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവാസി ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. VD സതീശന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നുള്ള ആളുകളെ ആ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നാണ്. പക്ഷേ അതിൽ കണ്ണു നട്ടിരിക്കുന്നത് ലീഗാണ്. ലീഗിന് പ്രധാനപ്പെട്ട ചില പദവികൾ വേണമെന്ന് അവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷനിലും ഈ ഒരു പിടിവലി നടക്കുന്നുണ്ട്. MK മുനീർ അടക്കമുള്ളവർ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സര രംഗത്തുണ്ട്. കൂടാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഈ സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരത്തിലുണ്ട്. PJ ജോസഫ് ഈ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. ക്യാബിനറ്റ് പദവിയോടുകൂടി തന്നെ ആ സ്ഥാനം വേണമെന്ന് അദ്ദേഹവും ഒരു വാശി പിടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ വലിയ തരത്തിലുള്ള വടംവലികൾ ഈ അധികാര കസാരയ്ക്ക് വേണ്ടി നടക്കുന്നതാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും 3 മാസമായി, 3 മാസം കഴിയുന്നു. ഇനിയെങ്കിലും ഈ ബോർഡ് പ്രതിസന്ധികൾ നീക്കണം, അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധിയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നതും. അത് തന്നെയാണ് അഞ്ജു. മാത്രമല്ല ഈ ഉഭയകക്ഷി യോഗം ചേരാൻ ഈ ബോർഡ് കോർപ്പറേഷൻ പദവികൾ തീരുമാനിക്കാനായി ഉഭയകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടും അതുപോലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ഈ കോൺഗ്രസ് പദവിക്കായി തന്നെ അവിടെ ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഇതിൽ ഘടകകക്ഷികളടക്കം അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പദവികൾക്കായി അവിടെ അടിപിടി കൂടുന്ന സാഹചര്യത്തിൽ ഇത് വലയുന്നത് ഈ സമൂഹത്തിലെ ഭരണ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ജനങ്ങളാണ് ഇതിൽ വലയുന്നത്. തീർച്ചയായും. കാരണം കോൺഗ്രസിൽ എല്ലാ കാലത്തും അധികാര വടംവലികളുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം, MLA സ്ഥാനം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന നിരവധി പേരുണ്ട്. അതിൽ വലിയ മത്സരങ്ങൾ ഉണ്ടാകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. അവസാനം ആർക്കെങ്കിലും ഒരാൾക്ക് അത് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മറ്റൊരു പദവി നൽകാമെന്ന ഒരു ഉറപ്പിന്മേലായിരിക്കും ആ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുക. പക്ഷേ ആ ഒരു നീക്കുപോക്കിൽ തന്നെയാണ് ഇപ്പോഴും പ്രതിസന്ധി നിൽക്കുന്നത്. കഴിഞ്ഞ ഈ ഇലക്ഷൻ സമയത്ത് മന്ത്രിസ്ഥാനം ഒഴിവാക്കി നിർത്തിയവർ, ഈ മാണി സി കാപ്പനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ മത്സരിക്കാതെ രംഗത്ത് നിന്ന് മാറി നിന്നവർ, അവരൊക്കെയാണ് ഇപ്പോൾ ഈ പദവിക്കായി കിടന്ന് വടംവലി നടത്തുന്നത്. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ ഒരു കാരണമാകുന്നത് ഇവരുടെ ഒരു പ്രശ്നം തന്നെയാണ്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിവേഗം ബഹുദൂരം എന്നുള്ളൊരു ടാഗ് ലൈനിലൂടെയായിരുന്നു അവർ കടന്നു പോയതെങ്കിൽ അന്നും ഇതുപോലെ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടതാണ്. അതേ പ്രതിസന്ധി തന്നെയാണ് VD സതീശൻ്റെ സർക്കാരും 3 മാസം കൊണ്ട് നേരിടുന്നത്. ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനങ്ങളിലടക്കം ആദ്യഘട്ടത്തിൽ വലിയ മെല്ലപ്പോക്ക് ഉണ്ടായിരുന്നു. അവിടെ പോലും കൃത്യമായി തീരുമാനമെടുക്കാൻ അന്ന് UDF സർക്കാരിൻ്റെ തുടക്കകാലത്ത് VD സതീശൻ്റെ സർക്കാരിന് കഴിഞ്ഞില്ല. അതേ പ്രതിസന്ധി തന്നെയാണ് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലും. അതിൽ എടുത്തു പറയേണ്ടത് പ്രധാനമായും ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരുപാട് കമ്മീഷനുണ്ട്. വയോജന കമ്മീഷനുണ്ട്, അതുപോലെ തന്നെ ഈ ശിശുക്ഷേമ സമിതിയുണ്ട്. അതിലൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അതുപോലെ പ്രവാസി ക്ഷേമ ബോർഡുണ്ട്. പ്രവാസി ക്ഷേമ ബോർഡിൻ്റെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അവർക്ക് ഓണക്കാലത്തും പെൻഷൻ ലഭിക്കാത്ത അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. അവർ സമരം ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അവർ പറയുന്നത് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പോയി പറയാൻ ഒരു ബോർഡ് അംഗം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി പറയുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഒരു ബോർഡ് അംഗത്തിനോട് പോയി പറഞ്ഞു. അത്തരത്തിൽ ജനങ്ങൾ ഈ കാര്യത്തിലൊക്കെ വലയുന്നുണ്ട്. ഈ അധികാര വടംവലിയിലൊക്കെ ഇങ്ങനെ ഒരു മുന്നണി ഇങ്ങനെ ഞാന്ന് കിടക്കുമ്പോൾ ആ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എത്രയും പെട്ടെന്ന് അടുത്തൊരു UDF യോഗം ചേർന്നാൽ മാത്രമേ ഇനി അടുത്ത നീക്കുപോക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നേരത്തെ നടന്ന UDF യോഗത്തിൽ, അതായത് ഈ മാസം ആദ്യം ഒരു UDF യോഗം നടന്നിരുന്നു. അന്ന് ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ തീരുമാനമാകുമെന്നാണ് ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ VD സതീശനുമൊക്കെ പല പ്രസ് മീറ്റുകളിലുമൊക്കെ ഉറപ്പ് നൽകിയത്. പക്ഷേ അന്ന് ഒരു തീരുമാനവും ആകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. തനിക്ക് വേണം അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് വേണമെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ മുസ്ലിം ലീഗും
RSP ഒക്കെ രംഗത്ത് വന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രതിസന്ധി മാറിയാൽ മാത്രമേ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഭരണ പ്രതിസന്ധി മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം സംസ്ഥാനം കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, ജനകീയ രീതിയിൽ നിരവധി പരിപാടികളടക്കം ഈ ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്ത് നടക്കുന്നു, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, സിനിമ ഫെസ്റ്റുകൾ നടക്കുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളത്തിൽ. ഇനി അതൊക്കെ ഒരു കഥയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ എത്തിക്കാം. അതുകൊണ്ട് എത്രയും വേഗം ഈ ഭരണ പ്രതിസന്ധി പരിഹരിച്ച് തീരുമാനം വേഗമെടുത്ത് കൃത്യമായി തന്നെ ബോർഡ് അംഗങ്ങളെയും അതുപോലെ തന്നെ ചെയർമാനെയും നിയമിക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ ഉൾപ്പെടെ അതാണ് ആവശ്യപ്പെടുന്നത്. ഉമ.